നിലമ്പൂർ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. വീട്ടിക്കുത്ത് പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ വേദിയിലാണ് മന്ത്രി ശിലാഫലകം അനാച്ഛാദനം ചെയ്തത്. അവിടെ ട്രഷറി ആവശ്യങ്ങൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ ഇടപാടുകാർക്കും പ്രത്യേകിച്ച് പരിശീലനക്കാർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, ഒരു വെള്ളം കുടിക്കാനോ ഒന്നും സൗകര്യമില്ല. പണ്ടത്തെ സൗകര്യത്തിൽ അത് നല്ലതായിരുന്നു. പക്ഷെ ഇത്രയും വർഷം കഴിയുമ്പോൾ അതിന്റെ സൗകര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനങ്ങളാണ് ട്രഷറികൾ. കാരണം ഏത് ഗവൺമെന്റും, ജനാധിപത്യ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യൻ ചരിത്രത്തിലെ കേരളത്തിൽ നിന്ന് ഗവൺമെന്റുകൾ അതൊക്കെ വരുമ്പോഴില്ല അന്നുകൊണ്ട് ട്രഷറി സംവിധാനമുണ്ട്. ലോകത്ത് ഏത് സമയത്തും ഭരണകൂടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതും അത് താഴെ വരെ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ്. നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം യോഗത്തിൽ അധ്യക്ഷനായി. PV അബ്ദുൽ വഹാബ് MP മുഖ്യാതിഥിയായി. ട്രഷറി വകുപ്പ് മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ പുഷ്പവല്ലി, കൗൺസിലർ സൈജി മോൾ, ചാലിയാർ പഞ്ചായത്ത് അധ്യക്ഷൻ മനോഹരൻ, അമരമ്പലം പഞ്ചായത്ത് അധ്യക്ഷൻ ഹുസൈൻ ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറി ഡയറക്ടർ V. സാജൻ സ്വാഗതവും മലപ്പുറം അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ സാജിദ ആമിയാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.